എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ ഒരു ശിഷ്യയായ രേണുക മിസ്സിസ് രേണുക ആർ നായർ എന്ന് പറഞ്ഞ അവരെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പരിചയപ്പെടുത്തുകയാണ്. അവരെല്ലാവർക്കും ഒരു മാതൃകയാണ്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർ എൻ്റെ തന്നെ ഗീതാ ക്ലാസ്സിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചപ്പോഴേ പറഞ്ഞല്ലോ, നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഭഗവാനെ അനുകരിക്കണമെന്ന്. അപ്പോൾ അതൊക്കെ 100% അനുകരിച്ച് എല്ലാ കാര്യങ്ങളും അതേപോലെ വളരെയധികം ഔത്സുക്യത്തോടു കൂടി വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് ആ ആത്മീയ കാര്യങ്ങൾ പഠിക്കുകയും അവർക്കും സമയമില്ല എന്നൊക്കെ എല്ലാവരും പറയാറുണ്ടെങ്കിൽ അവരും ഭർത്താവുള്ളതാണ്, 2 കുട്ടികളുള്ളതാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഞാൻ ഭഗവത്ഗീതയിൽ എന്തൊക്കെ പറഞ്ഞു കൊടുത്തു അതെല്ലാം അതേപടി അതുപോലെ എല്ലാം പഠിച്ച് ഇന്ന് അവർ എന്താ പറയുക, ഗുരുവിനേക്കാൾ വലിയ സ്ഥിതിയിൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എന്നെക്കാളും നന്നായി പ്രഭാഷണം ചെയ്യാനുള്ള ഒരു ലെവലിൽ അവരെത്തിയിട്ടുണ്ട്. അവരെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അവരുടെ ഗീതാ പ്രഭാഷണം എല്ലാവരും കേൾക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് അയച്ചു കൊടുക്കുക. അങ്ങനെ അവരെ നന്നായിട്ട് നിങ്ങൾക്ക് ഗീത പറഞ്ഞു തരും. അതുപോലെ തന്നെ അവർക്കും ഭാവിയിൽ എല്ലാ നന്മകളും വരട്ടെ, അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രഭാഷണത്തിനായി ഞാൻ രേണുക ടീച്ചറെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാൻ രേണുക രവീന്ദ്രൻ, പാലക്കാട് ജില്ലയിലുള്ള പരുത്തിപ്പുള്ളി ദേശത്ത് ബമ്മണ്ണൂർ അംശത്തിലാണ് ഞാൻ. എൻ്റെ സ്വന്തം നാട് തൃശ്ശൂരാണ്. അവിടുന്ന് വിവാഹം കഴിച്ചിട്ടാണ് പരുത്തിപ്പുള്ളിയിൽ വന്നത്. 30 വർഷമായിട്ട് ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ രേണുക ടീച്ചറായും ഇപ്പോൾ ടീച്ചറുടെയും മറ്റുള്ള ഗുരുക്കളുടെയും അനുഗ്രഹത്തോടു കൂടിയിട്ട് 30 വർഷത്തിന് ശേഷം ഭഗവാൻ എന്നെ മോൾഡ് ചെയ്തെടുത്തിരിക്കുകയെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അന്നും തൊട്ടും ചെറുപ്പം തൊട്ടും നാമജപത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു ആധ്യാത്മിക ക്ലാസ് എടുക്കാനും അതുപോലെ ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ അവിചാരിതമായിട്ടാണ് ഞാൻ ടീച്ചറെ കണ്ടുമുട്ടുന്നത്. ടീച്ചറുടെ ഭഗവത്ഗീത ക്ലാസ്സിലാണ് ഞാൻ ഫസ്റ്റ് ഗീതാ ക്ലാസ് പഠിക്കുന്നത്. അതിനു മുമ്പ് ഗുരുവായൂരപ്പൻ്റെ നടയിൽ പോയപ്പോൾ ബാക്കി എല്ലാ മതഗ്രന്ഥങ്ങളും രാമായണം ഞാൻ കല്യാണത്തിന് മുമ്പ് വായിക്കുന്ന ആളാണ്. അതിനുശേഷവും ഞാൻ രാമായണം എല്ലാ കർക്കിടക മാസത്തിലും കംപ്ലീറ്റ് വായിക്കുന്ന ആളായതുകൊണ്ടും ഒരിക്കൽ ഗുരുവായൂരപ്പൻ്റെ നടയിൽ പോയി ഭജന ഇരിക്കുന്ന സമയത്ത് കർക്കിടകം 1-ാം തീയതിയും കൂടി അന്നത്തെ ദിവസം കൂടി ചൊല്ലി ആ ഭജന പൂർത്തിയാക്കുന്ന ദിവസം നീണ്ടു നിൽക്കുന്ന ആ ക്യൂവിലിരുന്ന് രാമായണം വായിക്കുന്ന എൻ്റെ മടിയിലേക്ക് ഒരു ഭഗവത്ഗീത ബുക്ക് കൊണ്ടുവന്ന് വെച്ച് ആരോ കടന്നുപോയി. അതാണ് എൻ്റെ ആദ്യത്തെ ഗീത എൻ്റെ കയ്യിൽ കിട്ടുന്ന സന്ദർഭം. അതുവരെ ഭഗവത്ഗീത എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഞാനത് വായിക്കാനോ ഒന്ന് വാങ്ങി വീട്ടിൽ വെക്കാനോ ഞാൻ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പറയുന്നത് അന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ഈ ഗീത എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ആകെ അമ്പരന്ന്. അത്രയും തിരക്കാണ് ഗുരുവായൂരമ്പല നടയിൽ, നിങ്ങൾക്ക് അറിയാലോ എന്താണെന്നുള്ളത്. അന്ന് ഞാൻ ഈ ഗീത കിട്ടിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ എന്താ പറയുക, ചങ്ങാതി, ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഭജനത്തിന് പോയത്. ആ ചങ്ങാതിയുടെ മടിയിലല്ല വച്ചത്. അപ്പോൾ എനിക്ക് അത്ഭുതമായി. അങ്ങനെ ഞാൻ അതും കൊണ്ടുവന്ന്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഗീതയെ പറ്റി, ഈ ബുക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്പറിൽ വിളിച്ചോളൂ എന്നതിൻ്റെ ബാക്കിൽ എഴുതിയതുകൊണ്ട് തിരിച്ച് ഞാൻ പാലക്കാട് എത്തിയപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ആ നമ്പറിലുള്ള ആൾ എന്നോട് പറഞ്ഞത്, 66-ാമത്തെ പേജ് നോക്കൂ, അതിലെന്താ എഴുതിയിരിക്കണേ, അതിൽ ഭഗവാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നീയാണ് ഇനി എൻ്റെ ഗീത പ്രചരിപ്പിക്കേണ്ടത് എന്നുള്ള കുറേ വാക്കുകൾ ആ ഭഗവത്ഗീതയുടെ ഓരോ ഭാഗത്തുണ്ട്. അങ്ങനെയാണ് ഈ ഭഗവത്ഗീത എൻ്റെ കയ്യിൽ കിട്ടുന്നതും ഞാൻ അന്നു മുതൽ ഗുരുവില്ലാതെ ഭഗവാനെ മനസ്സിൽ ഗുരുവായി ധ്യാനിച്ച് ഞാൻ ചൊല്ലാൻ തുടങ്ങിയത്. ഇന്ന് ഈ നിമിഷം എനിക്ക് ടീച്ചറെ ഗുരുവായി കിട്ടിയതിന് ശേഷം ടീച്ചറുടെ അനുഗ്രഹത്തിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഇന്ന് ഇവിടെ വന്ന് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഗീതാധ്യാനം ആരംഭിക്കാം. ഏതൊരു ആധ്യാത്മികമായ കാര്യങ്ങൾ, ഗീത ആയിക്കോട്ടെ, രാമായണം ആയിക്കോട്ടെ, മഹാഭാരതം ആയിക്കോട്ടെ, എന്ത് ചൊല്ലുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത്
വിഘ്നേശ്വരനെ നമ്മൾ മനസ്സസ്മരിക്കണം. കാരണം വിഘ്നങ്ങളൊന്നുമില്ലാതെ ഒരു സംരംഭം ഇത് നടന്നു പോകാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കണം. അതുകൊണ്ട് നമുക്ക് വിഘ്നേശ്വരനെ സ്തുതിച്ച് പിന്നെ ഭഗവാന്റെ അഷ്ടാക്ഷരനാമമായ ഓം നമോ ഭഗവതേ വാസുദേവായ ചൊല്ലി ശ്രീകൃഷ്ണ പരമാത്മാവിനെയും സ്തുതിച്ചതിന് ശേഷമേ ഗീതാ ധ്യാനം ആരംഭിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് മഹാഗണപതിയെ മനസ്സാൽ സ്മരിച്ച് നമുക്ക് തുടങ്ങാം. ഓം നമോ ഭഗവതേ ഗണപതേ നമഃ. ഓം ഗം ഗം ഗണപതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഉപദേശിച്ചു കൊടുത്ത ജ്ഞാനം ഗീതാജ്ഞാനമാണ് എന്നുള്ളതാണ് എല്ലാവർക്കും അറിയുക. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ ഗുരുവും അർജുനൻ നമ്മളിൽ ഓരോരുത്തരുമാണ്. അതുകൊണ്ടാണ് നമ്മൾ പല പ്രഭാഷണങ്ങളിലും ഗീതാധ്യാനത്തിലും കേട്ടിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉത്തരം ഭഗവത്ഗീതയിലുണ്ട്. ഭഗവത്ഗീത കയ്യിലെടുത്താൽ ആ കയ്യിലെടുക്കുന്ന വ്യക്തിക്ക് പിന്നീട് എന്ത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും അതിനുള്ള ഉത്തരം ഗീതയിലുണ്ട് എന്ന് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതിലൂടെ നിങ്ങൾക്കും അതിനുള്ള അനുഗ്രഹം ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഗീതാധ്യാനം തുടങ്ങാം. ഭഗവത്ഗീതയുടെ 18 അധ്യായത്തില് പിന്നീട് എഴുതി ചേർക്കപ്പെട്ട അതാണ് ഗീതാധ്യാനം. ഭഗവത്ഗീതയിൽ ഇതുണ്ടായിരുന്നില്ല. ഭാരതീയ അദ്വൈത ചിന്തകളിൽ ഒരാളായിരുന്ന ശ്രീ ബ്രഹ്മേന്ദ്രാനന്ദ സരസ്വതിയുടെ അദ്ദേഹത്തിന്റെ ആ കാർമ്മികത്വത്തിലാണ് ഗീതയ്ക്കൊരു ധ്യാനം ആദ്യം അത്യാവശ്യമാണ് എന്നുള്ളത് വന്നത്. അതുകൊണ്ട് ഭഗവത്ഗീതയെ അമ്മയായിട്ട് ആരാധിച്ച് ആദ്യം ഭഗവത്ഗീതയെ അംബ, നമുക്കെല്ലാം നമ്മുടെ ഈ സനാതന ധർമ്മത്തിൽ നമ്മൾ ഭൂമിദേവിയെ അമ്മയായിട്ട് കണക്കാക്കുന്നു. നമ്മുടെ പെറ്റമ്മയെ നമ്മൾ അമ്മ ദൈവത്തിനോട് കണക്കാക്കുന്നു. അതുപോലെ ഭഗവത്ഗീതയെ ആദ്യത്തെ ധ്യാനത്തിൽ തന്നെ ഭഗവത്ഗീതയെയാണ് ധ്യാനിക്കുന്നത് അംബ എന്നായിട്ട്. അതുകൊണ്ട് ആദ്യത്തെ ധ്യാനം ഞാൻ ചൊല്ലാൻ പോവുകയാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കണം, പഠിക്കണം. ഗീത പഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വന്നിടും എന്നു കാണാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഗീതാധ്യാനം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണ മുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതി അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവത് ഗീതേ ഭവദ്വേക്ഷിണീം. പാർത്ഥന് ബോധമുണ്ടാവാൻ വേണ്ടി നാരായണനാൽ സ്വയം വ്യാസഭഗവാൻ രചിച്ച ഈ ഗീത മഹാഭാരത മധ്യത്തിൽ, യുദ്ധത്തിന്റെ മധ്യത്തിൽ വെച്ച് അദ്വൈതാമൃത വർഷിണിയായ ഭഗവതിയായിട്ട് നമ്മുടെ ഗീതാമാതാവിനെ ഈ 18 അധ്യായങ്ങളുടെയും മാതാവായി നമ്മൾ ആ അമ്മയെ അംബ ആ ഭഗവത്ഗീതയെ നമ്മൾ ആദ്യത്തെ ധ്യാനത്തിൽ ആരാധിക്കുകയാണ്. പിന്നീട് നമ്മൾ രണ്ടാമത്തെ ഈ ധ്യാനത്തിൽ പറയുന്നത് ഇതിൻ്റെ ഈ ഗീത രചിച്ച ആളെ ഭഗവാൻ ഒരു ഗുരു വേണമല്ലോ. അതാരാണ്? വ്യാസഭഗവാൻ. വ്യാസഭഗവാന്റെ മഹാഭാരതത്തിൽ നിന്നുള്ള കുറച്ച് ഏടുകളാണ് ഈ ഗീതയായിട്ട് പിന്നീട് നമ്മൾ വേറൊരു മതഗ്രന്ഥമായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും
ഈ ലോകത്ത് നടക്കുന്ന വേദങ്ങൾ, മഹാഭാരതം, ഭാഗവതം, ഉപനിഷത്തുകൾ ഇതെല്ലാം വ്യാസഭഗവാൻ നിർമ്മിച്ചിട്ടുള്ളതും അദ്ദേഹത്തിന്റെ രചനയിലൂടെ ഉണ്ടായതുമാണ്. അതുകൊണ്ട് അടുത്തത് നമ്മൾ ശ്രീ വ്യാസമുനിയെയാണ് നമ്മൾ നമിക്കുന്നത്. നമോസ്തു തേ വ്യാസ വിശാല ബുദ്ധേ ഫുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരത തൈലപൂർണഃ പ്രജാലിതോ ജ്ഞാനമയ പ്രദീപഃ. അങ്ങനെ നമ്മൾ വ്യാസഭഗവാന് നമ്മൾ ആദരവ് കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു സൃഷ്ടി നമുക്ക് കിട്ടിയതിൽ അദ്ദേഹത്തിനെയും നമ്മൾ ഈ സമയം ആരാധിക്കണം. എന്നും ഗീത ചൊല്ലുന്നതിന് മുമ്പ് ഗീതാധ്യാനം എല്ലാവരും ചൊല്ലേണ്ടതാണ്. ഇപ്പൊ ഭഗവാനായ നമ്മൾ പറയും വ്യാസോച്ഛിഷ്ടം ആണ്. ഈ ലോകത്ത് കാണുന്ന എല്ലാ മതഗ്രന്ഥങ്ങളും വ്യാസഭഗവാന്റെ ഉച്ഛിഷ്ടമാണെന്ന് പറയും. എന്തുകൊണ്ടാണ്? അദ്ദേഹം രചിച്ചതാണ് എല്ലാം. ആ വേദങ്ങളെ വിഭജിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് വ്യാസൻ എന്ന് പേര് വരാനും കൂടി കാരണം വേദങ്ങളെ വിഭജിച്ചുകൊണ്ടാണ് വേദവ്യാസൻ എന്ന പേര് വന്നത്. അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ട് രണ്ടാമത്തെ നമ്മുടെ ധ്യാനം കഴിഞ്ഞു. അടുത്തത് നമ്മൾ ചൊല്ലേണ്ടത് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ധ്യാനിക്കണം. പപ്പന്ന പാരിജാതായ തോത്രവേത്രൈക പാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. പാരിജാത പുഷ്പം നിങ്ങൾക്കറിയാം. ദേവലോകത്തെ ശ്രീ ഇന്ദ്രന്റെ വസതിയിൽ ഉണ്ടായിരുന്ന പാരിജാതം. നമ്മൾ ചോദിക്കുന്നത് എന്തും തരുന്ന പാരിജാത വൃക്ഷത്തിന് തുല്യമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടുന്ന അജ്ഞാനമുദ്രാവായ ശ്രീകൃഷ്ണ ഭഗവാന്റെ, ആ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ നാവിൽ നിന്ന് വന്ന ആ ഗീതയെ, ആ ഗീത തന്നിരിക്കുന്ന ആ അർജുനന് ഉപദേശിച്ചു കൊടുത്ത മഹാനായ നമ്മുടെ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ടാണ് മൂന്നാം ധ്യാന ശ്ലോകം. എല്ലാവർക്കും വളരെ ലളിതമായ രീതിയിലാണ് പറഞ്ഞു തരുന്നത്, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് നാലാമത്തതാണ്. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർ ഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. എല്ലാ ഉപനിഷത്തുകളിൽ നിന്നും ഉപനിഷത്തുകളെ നമുക്ക് ഒരു ഗോമാതാവിന്റെ രൂപത്തിൽ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ആ ഗോമാതാവിൽ നിന്ന് കറക്കുന്ന പാലിന് തുല്യമാണ് ഒരു ഗോമാതാവിൽ നിന്ന്. ഗോമാതാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഹാലക്ഷ്മി. എല്ലാ ഈ മുക്കോടി ദേവഗണങ്ങളും വസിക്കുന്ന ആ ഗോവിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പാലിനു തുല്യമാണ് നമ്മുടെ ഈ ഗോപാലനന്ദനൻ തന്നിരിക്കുന്ന പാർത്ഥന് വത്സ ശിഷ്യനായ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ വത്സ ശിഷ്യനായ പാർത്ഥനോട് ഭഗവാൻ പറയാണ്, ഗോമാതാവിൽ നിന്ന് കറക്കുന്ന പാലെന്ന അമൃതത്തിന് തുല്യമായ ഗീതാമൃതം ഇതാ പാർത്ഥ സ്വീകരിച്ചുകൊള്ളൂ. അതാണ് നാലാമത്തെ ഗീതാധ്യാനം. നമ്മള് ഗീതാധ്യാനം എല്ലാം പറയുമ്പോൾ ഇത്രയൊന്നുമല്ല. നമ്മളൊരു 4 വരി ഗീത പറഞ്ഞാൽ അത് ഒരു ദിവസത്തിൽ കൂടുതൽ നമുക്കതിൻ്റെ അർത്ഥം ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ വിവരിച്ചു കൊണ്ടിരിക്കാം. അത്രയും ജ്ഞാനം നിറഞ്ഞ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യാനുള്ള ആ ഗീത നമുക്കൊന്ന് പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആ ഗീത വന്നു ചേരുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഗുണമാണ്. അതുകൊണ്ട് ഇന്നത്തെ ലാസ്റ്റത്തെ 5ാമത്തെ നമ്മുടെ ആ ഗീതാധ്യാനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. വസുദേവരുടെ സുതനായിട്ടുള്ള കംസനെ മർദ്ദിക്കാൻ, കംസന്റെ മരണത്തിന് കാരണമായിരിക്കുന്ന ഭഗവാനെ, ദേവിയുടെ പരമാനന്ദത്തിന് കാരണമായ ആ കൃഷ്ണ ഭഗവാനെ ഞാൻ എൻ്റെ ജഗത് ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട്
ഞാനിത് ഗീതാധ്യാനം തുടരുന്നു. അപ്പോൾ ഇന്നത്തെ ഗീതാധ്യാനത്തിൽ വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.